ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഫോക്കസ് ഏരിയ ക്ലാസ്സുകളാണ് ഇപ്പൊ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ നമ്പർ 1 ഫിസിക്കൽ വേൾഡിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക് ആയിട്ടുള്ള സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. 2ാമത്തെ ചാപ്റ്ററിൽ 2 ടോപ്പിക്കാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, പിന്നെ ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. അതുപോലെ ഡയമെൻഷണൽ അനാലിസിസിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യേണ്ടായി. നമുക്കറിയാവുന്നതുപോലെ ഡയമെൻഷണൽ അനാലിസിസിന് 3 മേജർ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് ടു ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഡയമെൻഷനലി വാലിഡ് ആണോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, എങ്ങനെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിലും അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിന്റെ മറ്റ് 2 ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 2ാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ടു കൺവേർട്ട് യൂണിറ്റ്സ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. നമ്മൾ ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് പഠിച്ചിരുന്നു അല്ലെ. ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട്, അതായത് SI സിസ്റ്റം, അതുകൂടാതെ CGS സിസ്റ്റം ഉണ്ട്, MKS സിസ്റ്റം ഉണ്ട്, FPS സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ഇതില് ബേസ് ക്വാണ്ടിറ്റീസിന്റെ കൺവേർഷൻ നമുക്ക് തന്നെ അറിയാം. അതായത് മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ SI യൂണിറ്റ് ആണ്. അതിനെ CGS സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ അറിയാം. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ആണ്, 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അങ്ങനെ ബേസ് ക്വാണ്ടിറ്റീസിന്റെ കൺവേർഷൻസ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതല്ലാതെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ നിന്ന് CGS സിസ്റ്റത്തിലോട്ടോ തിരിച്ചോ ഒക്കെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ന്യൂട്ടൺ എന്ന് പറയുന്നത് SI സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഡൈൻസ് എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻസ് ആണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ അങ്ങനെ എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ പഠിച്ചു വെക്കുന്നില്ല അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നത്. 3ാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് ടു ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റുള്ള ക്വാണ്ടിറ്റീസിനായിട്ടൊക്കെ റിലേറ്റഡ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ ഈ 2 ആപ്ലിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എങ്ങനെയാണ് കൺവേർഷൻ ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് മാറ്റുമ്പോൾ ആ വസ്തു മാറുന്നില്ല അല്ലെ. അതായത് നമ്മൾ 1 കിലോഗ്രാം ആപ്പിൾ എടുക്കുവാണെങ്കിൽ അത് CGS സിസ്റ്റത്തിലോട്ട് മാറ്റിയാലും ആ ആപ്പിളിന്റെ ക്വാണ്ടിറ്റി, അതായത് അത് ഇപ്പോൾ 5 ആപ്പിൾ എടുത്തപ്പോഴാണ് 1 കിലോഗ്രാം ആയതെന്ന് വിചാരിക്കാം. CGS സിസ്റ്റത്തിലോട്ട് മാറ്റിയാൽ അതിന് നമ്മൾ 1000 ഗ്രാംസ് എന്ന് പറയുന്നു. അതേസമയം ഈ 5 ആപ്പിൾ മാറുന്നില്ല അല്ലെ. 5 ആപ്പിള് നമ്മൾ കിലോഗ്രാമിൽ തൂക്കിയപ്പോൾ അത് 1 കിലോഗ്രാം ആയിരുന്നു. അതിന് നമ്മൾ ഗ്രാമിൽ പറയുമ്പോൾ 1000 ഗ്രാംസ് എന്നായി. അത്രേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് മാറ്റിയത് കൊണ്ട് ക്വാണ്ടിറ്റിയുടെ അളവിൽ വ്യത്യാസം വരാൻ പാടില്ല. അതായത് N1 N2 യൂണിറ്റ് ഇൻ വൺ സിസ്റ്റം. N1 എന്ന് പറയുന്നത് നമ്പർ ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. അതായത് 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1 എന്നുള്ളതാണ് നമ്പർ ഇൻ SI സിസ്റ്റം. പിന്നെ യൂണിറ്റ് ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. യൂണിറ്റ് ഫസ്റ്റ് സിസ്റ്റത്തിലെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 1000 ഗ്രാംസ്. അവിടെ N2 എന്ന് പറയുന്നതാണ് 1000. നമ്മൾ യൂണിറ്റ് മാറി ഡയമെൻഷൻസിന്റെ ടേംസിൽ എഴുതുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ 3 ബേസിക് ക്വാണ്ടിറ്റീസ് ആണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. M, L ആൻഡ് T. M എന്ന് പറയുന്നത് മാസിന്റെ ഡയമെൻഷൻ ആണ്, L എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആണ്, T എന്ന് പറയുന്നത് ടൈമിന്റെ ഡയമെൻഷൻ ആണ്. ഈ ഒരു ഫോർമുല നമ്മൾ ഓർത്ത് വെക്കുക. എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത് എന്നുള്ളത് എക്സാമ്പിൾ വഴി കാണിച്ചു തരുമ്പോഴായിരിക്കും കൂടുതലായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ എക്സാമ്പിളിലോട്ട് കടക്കാം. ഇറ്റ് ഈസ് ടു കൺവേർട്ട് 1 ജൂൾ ഇൻ ടു എർത്ത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജൂൾ എന്ന് പറയുന്നത്
ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ വളരെയധികം കേട്ട് പരിചിതമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത് അല്ലെ. ജൂൾ എന്ന് പറയുന്നത് വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. പ്രോബ്ലം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് നമുക്ക് യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മളുടെ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, കൺവേർട്ട് 1 ജൂൾ ഇൻടു എർഗ്സ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ജൂൾ എന്ന് പറയുന്നത് വർക്കിന്റെ SI യൂണിറ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കറിയാം ഫോഴ്സിന്റെ ഡയമെൻഷൻ ML(T⁻²) ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ L ആണ്. അപ്പോൾ വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ML²T⁻² ആണ്. അപ്പോൾ കൺവേർട്ടിംഗ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എല്ലാവരും ഓർത്ത് വെക്കുക. N1 N2 പിന്നെ ഏത് യൂണിറ്റിനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് എഴുതാം. കണ്ടുപിടിച്ചല്ലോ, ML²T⁻² എന്നാണ്. അപ്പോൾ N1 N2 M1 L1², കാരണം ഇവിടെ ML²T⁻² എന്നാണ്. ഫസ്റ്റ് സിസ്റ്റം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ M1 L1 T1 ഉപയോഗിക്കുന്നത്. T1⁻T1 പവർ -2 ആണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു N2 N2. ഇതേ ഡയമെൻഷൻ തന്നെ സെക്കൻഡ് സിസ്റ്റത്തിൽ എഴുതുമ്പോൾ സെക്കൻഡ് സിസ്റ്റം ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ M2 L2 T⁻² എന്നൊന്ന് എഴുതണം. ഒരു ജൂളിനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 എന്നുള്ളതാണ് ഫസ്റ്റ് സിസ്റ്റത്തിലെ നമ്പർ എന്ന് പറയുന്നത്. N2 എത്രത്തോളം എർഗ്സ് ആണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ N2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു N2നെ ഇവിടെ നിർത്തി ഈ M2നെ നമ്മൾ മറ്റേ സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? N1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. എന്താ എഴുതാൻ പറ്റുന്നത്? M1 ഡിവൈഡഡ് ബൈ M2. M1ന് പവർ 1 ആണ്. അപ്പൊ ജസ്റ്റ് 1 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇൻടു L1 ഡിവൈഡഡ് ബൈ L2. ഇനി ഈ ലെങ്ത്തിന്റെ പവർ നമുക്ക് എത്രയാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്? സ്ക്വയർ എന്നാണ് അല്ലെ, 2 എന്നാണ് പവർ. അപ്പൊ L1/L2⁻² എന്ന് എഴുതണം. ഇനി T1 ഡിവൈഡഡ് ബൈ T2 ദ ഹോൾ റേസ് ടു, ടൈമിന്റെ പവർ -2 എന്നാണ്. അപ്പോ രണ്ട് സ്ഥലത്തും -2 തന്നെയാണ്. T1/T2 പവർ -2 എന്ന് എഴുതാം. ഞാൻ ഒന്നുകൂടെ എഴുതി കാണിക്കാം. N2 എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു M1/M2. വർക്കിന്റെ ഡയമെൻഷൻ ML²T⁻² എന്നാണ്. അപ്പൊ M-ന് പവർ 1 ആണ്. അപ്പൊ M1/M2 പവർ 1 എന്ന് എഴുതിയാൽ മതി. ഇൻടു L1 ഡിവൈഡഡ് ബൈ L2. നോക്കുക, ലെങ്ത്തിന്റെ പവർ എത്രയാണ്? 2 ആണ്. അപ്പൊ അവിടെ പവർ 2 എന്ന് എഴുതാം. ഇനി ഇൻടു T1/T2. ടൈമിന്റെ പവർ എത്രയാണ്? -2 ആണ്. അപ്പൊ ഇവിടെ പവർ -2 എന്ന് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു, ഈ 1 എന്ന് നമ്മൾ എടുത്തത് ജൂൾ. ജൂൾ എന്ന് പറയുന്നത് വർക്കിന്റെ SI യൂണിറ്റ് ആണ്. അപ്പോ ഈ M1 L1 T1 എന്നൊക്കെ പറയുന്നത് മാസ്, ലെങ്ത്, ടൈം ഇൻ SI സിസ്റ്റം. അതായത് 1 എന്ന് കൊടുത്തത് SI സിസ്റ്റത്തിനെയാണ്. എർഗ്സ് എന്ന് പറയുന്നത് CGS യൂണിറ്റ് ഓഫ് വർക്ക് ആണ്. അപ്പോൾ ഈ M2 L2 T2 എന്നൊക്കെ പറയുന്നത് CGSലുള്ള മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെ ഒക്കെ യൂണിറ്റ് ആയിട്ട് എഴുതണം. മാസിന്റെ SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് എന്താണ്? കിലോഗ്രാം അല്ലെ. ഡിവൈഡഡ് ബൈ M2 എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് മാസ് ഇൻ CGS സിസ്റ്റം. അത് എത്രയാണ്? ഗ്രാം എന്നുള്ളതാണ്. അതിന്റെ പവർ 1 ആണ്. ഇനി L1 എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ SI സിസ്റ്റം. അത് എത്രയാണ്? മീറ്റർ. ഡിവൈഡഡ് ബൈ L2 എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ CGS സിസ്റ്റം. CGS സിസ്റ്റത്തിൽ യൂണിറ്റ് ഓഫ് ലെങ്ത് സെന്റിമീറ്റർ. അതിന് പവർ 2 ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. T1 T2 രണ്ടും സെക്കൻഡ് തന്നെയാണ് അല്ലെ. SI സിസ്റ്റത്തിലാണെങ്കിലും CGS സിസ്റ്റത്തിലാണെങ്കിലും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതിന് പവർ -2 എന്ന് എഴുതി. ഇനി ഈ കിലോഗ്രാമിനെയും ഗ്രാമിനെയും കൺവേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാംസ് ആണ് അല്ലെ. 1000 ഗ്രാം ബൈ ഗ്രാം എന്ന് എഴുതി. മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ എന്ന് എഴുതി. സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ന് വെച്ചാൽ 1 ആണ്. 1ന് നമ്മൾ ഏത് പവർ ഇട്ട് കൊടുത്താലും ആൻസർ 1 തന്നെയാണ്. അപ്പൊ അവിടെ പിന്നെ നമുക്ക് ഇൻറ്റു 1 മാത്രം എഴുതിയാൽ മതി. ഇവിടെ ഈ ഗ്രാമും കട്ട് ചെയ്ത് കളയാം, സെന്റിമീറ്ററും കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്താ വന്നത്? 1000. 1000നെ എനിക്ക് 10ന്റെ പവറിൽ എഴുതുമ്പോൾ 10⁻³ എന്ന് എഴുതാം. ഇൻറ്റു
100 ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു. 100 എന്ന് പറയുന്നത് 10⁻²2 ആണ് അതിന്റെ ഹോൾ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു 10⁻³ ഇൻറ്റു 10⁻²ന്റെ സ്ക്വയർ നമുക്ക് 10⁻⁴ എന്ന് എഴുതാം, വിച്ച് മീൻസ് 10⁻⁷. അപ്പോ SI സിസ്റ്റത്തിലെ 1 എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁷ ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ ergs ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തൊരു ചോദ്യം കൂടെ സോൾവ് ചെയ്ത് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, കൺവേർട്ട് 1 ന്യൂട്ടൺ ഇൻറ്റു ഡൈൻ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ഈ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണെന്നുള്ളത്. ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുക എന്നുള്ളതാണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? mLT⁻². ഇനി നമ്മളുടെ ഫോർമുല N1 N2 ഇതിനെല്ലാം 1 ഇട്ടിട്ട് എഴുതുക ആദ്യം. അതായത് mLT⁻² എന്നുള്ളതിന് പകരം ഞാൻ M1 L1 T1⁻² എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു N2. N2 എന്ന് പറയുന്നത് സെക്കൻഡ് സിസ്റ്റത്തിലെ എത്ര നമ്പർ എന്നുള്ളതാണ്. N2 ഈ ഫോഴ്സിന്റെ ഡയമെൻഷൻ തന്നെ അതിനെ 2 എന്ന് ചേർത്തിട്ട് എഴുതുക. അതായത് mLT⁻² എന്നുള്ളതിന് പകരം ഞാൻ M2 L2 T⁻² എന്ന് എഴുതി. ഓക്കെ, ഇനി N1 എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 ന്യൂട്ടൺ ഇൻറ്റു ഡൈൻ എന്നാണ്. അപ്പൊ N1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പൊ N2 എഴുതുന്ന സമയത്ത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് M1 by M2 പവർ. മാസിന്റെ പവർ എത്രയാണ്? ഇവിടെ 1 ആണ്, ഇവിടെയും 1 തന്നെയാണ്. അപ്പൊ ഇവിടെ പവർ 1 എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു L1 by L2. ഇനി നോക്കാം, നമ്മുടെ ഡയമെൻഷൻ ഫോർമുലയില് ലെങ്ത്തിന്റെ ഇവിടെ പവർ 1 ആണ്, ഇവിടെയും പവർ 1 തന്നെയാണ്. അപ്പൊ പവർ 1 എന്ന് എഴുതിയാൽ മതി. ഇനി T1 ഡിവൈഡഡ് ബൈ T2, ടൈമിന്റെ പവർ -2 എന്നാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ M1 M2 എന്നൊക്കെ ഉള്ളതിനെ നമുക്ക് യൂണിറ്റ്സിലോട്ട് മാറ്റി എഴുതാം. M1 എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് മാസ് ഇൻ SI സിസ്റ്റം ആണ്. SI സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം എന്നാണ്. അപ്പൊ കിലോഗ്രാം ഡിവൈഡഡ് ബൈ M2 എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് വിച്ച് ഇസ് ഗ്രാം, പവർ 1 ഇൻറ്റു ലെങ്ത്തിന്റെ SI സിസ്റ്റത്തിലെ യൂണിറ്റ് മീറ്റർ ഡിവൈഡഡ് ബൈ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് സെന്റിമീറ്റർ, അതിനും പവർ 1 തന്നെയാണ്. ടൈം സെക്കൻഡ് ബൈ സെക്കൻഡ്, പവർ -2 എന്ന് എഴുതി. ഇനി കിലോഗ്രാമിനെ എനിക്ക് എഴുതാൻ പറ്റും എന്താണെന്ന്? 1000 ഗ്രാം. 1000 എന്നുള്ളതിന് ഞാൻ 10⁻³ ഗ്രാം ഇവിടെ എഴുതി, ഡിവൈഡഡ് ബൈ ഗ്രാം അല്ലെ, പവർ 1 ആണ്. അപ്പൊ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇൻറ്റു സെന്റിമീറ്ററിനെ എനിക്ക് 10⁻² സെന്റിമീറ്റർ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ, അതിനും പവർ 1 തന്നെയാണ്. സെക്കൻഡ് ബൈ സെക്കൻഡ് 1 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഗ്രാം കട്ടായി പോയി, സെന്റിമീറ്റർ കട്ടായി പോയി. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 10⁻³ into 10⁻², which is nothing but 10⁻⁵. അല്ലെ? അപ്പൊ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലോട്ട് മാറ്റുമ്പോൾ 10⁻⁵ ഡൈൻസ് ആയിട്ടാണ് മാറുന്നത്. നിങ്ങൾക്ക് +1 പരീക്ഷയ്ക്ക് ഏറ്റവും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ 2 ചോദ്യങ്ങളിൽ ഒന്നാണ്. അതായത് ജൂളിനെ എർഗ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂട്ടനെ ഡൈൻസിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ 2 കൺവേർഷൻസും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതൊരു ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ നമുക്ക് കണക്കാക്കാം. ആ ഒരു ചോദ്യം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. കാലറി എന്ന് പറയുന്നത്, ഒരു കാലറി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി ആൻഡ് ഇറ്റ് ഈക്വൽസ് അബൌട്ട് 4.2 ജൂൾസ്. അതായത് ഒരു ജൂൾ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്, അല്ലെ? 4.2 ജൂൾസിനെ ഒരു പുതിയ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിസ്റ്റത്തിന് നമ്മൾ കഴിഞ്ഞ 2 ചോദ്യത്തിലും പുതിയ സിസ്റ്റം എന്ന് പറയുന്നത് CGS സിസ്റ്റം ആയിരുന്നു. ഇവിടെ ഒരു പുതിയ സിസ്റ്റം, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ആ സിസ്റ്റത്തില് മാസിന്റെ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് ആൽഫ കിലോഗ്രാം എന്നാണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് ബീറ്റ മീറ്റർ എന്നാണ്, ടൈമിന്റെ യൂണിറ്റ് ഗാമ സെക്കൻഡ് എന്നാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു കലോറിനെ ഈ പുതിയ സിസ്റ്റത്തിലോട്ട് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾസ് ആണ്. അപ്പോൾ ജൂളിന്റെ ഈ യൂണിറ്റ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് ഡയമെൻഷൻ എഴുതാം, അല്ലെ? കിലോഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ
യൂണിറ്റ് ആണ്. അപ്പോൾ കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ എം എന്ന് മാത്രം എഴുതി. മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അവിടെ എനിക്ക് എൽ സ്ക്വയർ എന്ന് എഴുതാം, കാരണം മീറ്റർ സ്ക്വയർ ഉണ്ട്. ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്, അപ്പോൾ അതിന് -2 ഉണ്ട്. അപ്പൊ T⁻²- എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിസ്റ്റം N2. ആ ഒരു N2 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സിസ്റ്റത്തിനെ എനിക്ക് M2 L2² T⁻² എന്ന് എഴുതാം. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? N2 എന്ന് പറയുന്നത് 4.2 ഇൻറ്റു ഇവിടെ എന്തെഴുതാൻ പറ്റുന്നത് M1/M2 പവർ, മാസിന്റെ പവർ എത്രയാണ്? രണ്ട് സ്ഥലത്തും 1 ആണ്, അതുകൊണ്ട് M1/M2 പവർ 1 എന്ന് എഴുതി, ഇൻറ്റു L1/L2 പവർ എന്തെഴുതണം? രണ്ട് സ്ഥലത്തും ലെങ്ത്തിന്റെ പവർ 2 എന്നാണ്, അപ്പൊ 2 എന്ന് എഴുതി, ഇൻറ്റു T1/T2 അതിന്റെ പവർ എത്രയാണ്? രണ്ട് സ്ഥലത്തും -2 എന്നുള്ളതാണ്. അപ്പൊ അതങ്ങനെ നമ്മൾ മാറ്റി എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 4.2 ഇൻറ്റു M1 എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് മാസ് ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ജൂൾ ആണ്. അവിടെ നമുക്ക് കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ തന്നെ, അല്ലെ? അപ്പോൾ കിലോഗ്രാം എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സിസ്റ്റം, അതായത് ഒരു പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതില് മാസ് അളക്കുന്നത് ആൽഫ കിലോഗ്രാമിലാണ് നമ്മളോട് ചോദ്യത്തിലേ തന്നിട്ടുണ്ട്. അപ്പൊ M2ന്റെ പ്ലേസിൽ ഞാൻ എഴുതാൻ പോകുന്നത് ആൽഫ kg എന്നുള്ളതാണ്. പവർ 1 ആണ്, അപ്പൊ നമുക്കൊന്നും ചെയ്യണ്ട. L1 എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ SI സിസ്റ്റം, വിച്ച് ഇസ് നത്തിങ് ബട്ട് മീറ്റർ, ഡിവൈഡഡ് ബൈ L2 എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ ദ ന്യൂ സിസ്റ്റം. ന്യൂ സിസ്റ്റത്തിൽ ബീറ്റ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, അതിന്റെ പവർ 2 ആണ്, അല്ലെ? ഇവിടെ നമ്മൾ 2 എന്ന് പവർ എഴുതിയിട്ടുണ്ട്, ഇൻറ്റു T1 എന്ന് പറയുന്നത് സെക്കൻഡ്, ഡിവൈഡഡ് ബൈ ഗാമ സെക്കൻഡ് പവർ -2. ഇനി കിലോഗ്രാം കിലോഗ്രാം കട്ടായി പോയി, മീറ്റർ മീറ്റർ കട്ടായി പോയി, സെക്കൻഡ് കട്ടായി പോയി. I can write it as N2 എന്ന് പറയുന്നത് 4.2. ഇവിടെ 1/α എന്നാണ്, അപ്പൊ അതിന് എനിക്ക് α⁻⁻1 എന്ന് എഴുതാം. ബാക്കി രണ്ടാമത്തെ ടേമിലോ 1/β the whole square, അല്ലെ? അതിനെ എനിക്ക് β⁻⁻2 എന്ന് എഴുതാം. മൂന്നാമത് കിടക്കുന്നത് 1/γ the whole⁻². അപ്പോ γ⁻2 എന്ന് എഴുതാം. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പുതിയ സിസ്റ്റത്തില് 4.2 α⁻⁻1 β⁻2 γ². ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടി ഇതൊരു ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. പക്ഷെ കൺവേർഷൻ ഓഫ് ജൂൾ ടു എർഗ്സ് ആൻഡ് ന്യൂട്ടൺ ടു ഡൈൻ ആണ് നിങ്ങൾ കൂടുതലും ഏറ്റവും നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകേണ്ടത്. കാരണം അതിനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. ഇൻ കേസ് ഈ ഒരു ചോദ്യം ചോദിച്ചാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലോട്ട് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത് ഒരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട് ഡയമെൻഷണൽ അനാലിസിസിന്. അതെന്താണ്? ടു ഡിറൈവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ചു. അതായത് എന്തിനായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ടു ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് ടു കൺവേർട്ട് ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ പഠിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്കോ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ അടുത്ത ദിവസങ്ങളിലുള്ള ക്ലാസ് മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ahead to all of you.